നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ജ്യോതിഷവിധി പ്രകാരം നമ്മുടെ ലഗ്നങ്ങളൊക്കെ കണക്കൂട്ടുക. അതായത് ലഗ്നഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കൂട്ടുന്നത് 12 രാശിയിലും നമ്മുടെ ഭാവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മളിപ്പോൾ ഒരു രാശി എടുത്തു, രാശി നമുക്കൊരു ചിങ്ങൻ രാശി കിട്ടി, ചിങ്ങ അല്ലെങ്കിൽ കർക്കിടകം കിട്ടി. അത് കഴിഞ്ഞിട്ട് വരുന്ന ആ കർക്കിടകൻ രാശി ഒന്നൊന്ന് കണക്കൂട്ടി, ലഗ്നമായിട്ട് കണക്കൂട്ടി, ബാക്കി ഇങ്ങോട്ട് വരുന്ന 1, 2, 3 കണക്കൂട്ടിയാണ് നമ്മൾ പറയുക. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഭാവങ്ങളാണെന്നും നമ്മളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതെന്തൊക്കെയാണ് ആ ഭാവത്തിൽ നമ്മൾ ചിന്തിക്കണതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം 2-3 പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസം പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരുനേരി മഠത്തിലെ അമ്മയുടെ, ഭദ്രകാളി അമ്മയുടെ ശ്രീകോവിൽ പണിയുന്നതിന് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കണം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യുക. അപ്പോൾ 100 രൂപ അത് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഇടാൻ പറ്റുന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലി തടസ്സമാണോ, വീട് മേടിക്കാൻ പറ്റുന്നില്ല, സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്, എന്താണോ പേരുന്നാളും നിങ്ങളും ഈ കാര്യങ്ങളും കൂടി ഒന്ന് വീട്ടുപേരും കൂടി ഒന്ന് എനിക്കൊന്ന് അയച്ചു തരിക. അയച്ചു തരുമ്പോൾ നിങ്ങളുടെ ജനനത്തീയതി, ജനനസമയം, ജനനസ്ഥലം ഇതും കൂടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജാതകം കൂടി നോക്കി പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാസന്ധിയാണ്, ആ ദശാസന്ധി അനുസരിച്ച് വഴിപാട് കഴിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ജാതകം നോക്കാൻ താല്പര്യമുള്ളവരും അങ്ങനെ ഫ്രീ ആയിട്ട് ജാതകം നോക്കാൻ താല്പര്യം, അതായത് പൈസ കൊടുക്കാതെ നമുക്ക് യാതൊരുവിധ ഇതൊന്നുമില്ല. നിങ്ങളവിടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ വഴിപാട് നടത്തിയാൽ മതി. ഇവിടെ ഒരുപാടൊന്നും നടത്തണ്ട. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ജാതകം ഫ്രീ ആയിട്ട് നോക്കി നൽകുന്നുണ്ട്. അപ്പം നിങ്ങളത് പേര്, നക്ഷത്രം, ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം ഇത്തരം കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നോക്കി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ കർക്കിടകമാണ് നമുക്ക് ലഗ്നം കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം വെച്ചിട്ട് കർക്കിടകമാണ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാവങ്ങൾ, അപ്പോൾ അത് ലഗ്നഭാവം, 1-ാം ഭാവം ലഗ്നഭാവം എന്നാണ് പറയാം. അതിനകത്ത് നമ്മൾ പറയാം തനുഭാവം എന്നാണ് പറയാം. തനുഭാവം എന്ന് പറയാൻ അതിനകത്ത് സൗന്ദര്യം, ശരീരപരമായിട്ടുള്ള കാര്യങ്ങൾ, സൗന്ദര്യം, ആരോഗ്യപരമായ കാര്യങ്ങളാണ് 1-ാം ഭാവത്തിൽ, ലഗ്നഭാവത്തിൽ നമ്മൾ ചിന്തിക്കുക. 2-ാം ഭാവമാണ് നമ്മൾ ധനഭാവമായിട്ട് ചിന്തിക്കുക. കുടുംബസ്വത്ത്, കാഴ്ച, അല്ലെങ്കിൽ നമുക്ക് മരിക്കാനുള്ള കാരണം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും രാശികളൊക്കെ കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ശനി അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമെന്നും പറയും. ഇനി നമ്മൾ പറയാം 3-ാം ഭാവത്തിന് ഭർതൃഭാവം, ഭ്രാതൃഭാവം എന്നാണ് പറയുക. അപ്പോൾ സഹോദരൻ ആത്മധൈര്യമൊക്കെ ഉണ്ടാവണ ഒരു ഭാവമായിട്ട് നമ്മൾ പറയുക. അതിനകത്ത് 4-ാം ഭാവത്തിന് സുഖഭാവം, സുഖം, അമ്മപരമായിട്ട് അല്ലെങ്കിൽ വിദ്യാപരമായിട്ടുള്ള, വാഹനപരമായിട്ടുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ 4-ാം ഭാവത്തിലാണ്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രഭാവം, സന്താനങ്ങളും പിന്നെ നമുക്ക് പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരിതാണ് 5-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കാം. 6-ാം ഭാവം കൊണ്ട് ശത്രുഭാവമാണ്. ശത്രുഭാവം ചിന്തിക്കുന്ന ശത്രുക്കൾ, കടം, രോഗം, കഷ്ടം ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചിന്തിക്കാവുന്നതാണ്. 7-ാം ഭാവം എന്ന് പറയുന്നത് കളത്രഭാവമാണ്. ഭാര്യ ഭർത്താക്കന്മാർ, മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് 7-ാം ഭാവമായിട്ട്, കളത്രഭാവമായിട്ട് പറയാം. 8-ാം ഭാവത്തിൽ നമ്മൾ ആയുർഭാവമാണ് ചിന്തിക്കുക. അതിൻ്റെ ആയുസ്സും ഉപകാരങ്ങളൊക്കെയാണ് നമുക്ക് അതിൻ്റെ നോക്കുക. ഈ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് 9-ാം ഭാവം ധർമ്മഭാവം. ധർമ്മഭാവം എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഗുരു, ദൈവം, ദീർഘയാത്ര, പുണ്യം, ഭാഗ്യം ഇതൊക്കെയാണ് നമ്മൾ 9-ാം ഭാവം ധർമ്മഭാവം കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 10-ാം ഭാവത്തിൽ കർമ്മഭാവമാണ്, ജോലി, ദർശനങ്ങൾ എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് നമ്മൾ 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. 11-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക ലാഭഭാവമാണ്, നമുക്ക് കിട്ടാനുള്ള ലാഭങ്ങളാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കുക. 12-ാം ഭാവമാണ് വ്യയഭാവം, അത് നഷ്ടം, മോശം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് 12-ാം ഭാവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഭാവങ്ങളായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഒരാൾ 2-3 ചോദിച്ചതിൻ്റെ ഇതാണ് പറയാം. ഇപ്പം 1-ാം ഭാവം കൊണ്ട് നമ്മൾ ദേഹം, എല്ലാ അവയവങ്ങളും തികഞ്ഞിട്ടുണ്ടോയെന്നും, ആരോഗ്യം, ശ്രീ, ശ്രേയസ്, കീർത്തി, സുഖം, വ്യവഹാരങ്ങളിൽ ജയം. ഇത് നമ്മൾ ജനിച്ച ലഗ്നം അല്ലെങ്കിൽ 1-ാം ഭാവം കൊണ്ട്, ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2-ാമത്തെ ഭാവം കണ്ടറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള, ധനപരമായിട്ട്, വാക്ക്, കണ്ണ്, പല വിധത്തിലുള്ള വിദ്യകൾ ഇവയെല്ലാം 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാകുന്നു. 3-ാം ഭാവം അറിയേണ്ടത് നമ്മൾ ധൈര്യം, ഉത്സാഹശീലം, ദുർബുദ്ധി, സഹോദരന്മാർ, പരാക്രമം, ചെവി, സഹായം ഇവയെല്ലാം 3-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 4-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അമ്മ, സുഹൃത്തുക്കൾ, അമ്മാവൻ, സഹോദരി, പുത്രൻ, ക്ഷേത്രം, സുഖം, വാഹനം, ഇരിപ്പിടം, ഇഷ്ടം കൊണ്ട് സമീപനത്തിന് ആഗ്രഹിക്കുക, വെള്ളം, കിടപ്പ്, വർധനവ്, പശുക്കൾ, ജനിച്ച ഗ്രഹം ഇവയെല്ലാം 4-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് 5-ാം ഭാവത്തിൽ
നമ്മൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധി വേണ്ടത് വേണ്ടപ്പോൾ തോന്നുക, ധാരണാശക്തി, വകതിരിവ്, പൂർവ്വ ജന്മസഞ്ചിത സുഹൃതം, കാര്യാലോചനയ്ക്കുള്ള കഴിവ്, മന്ത്രിമാർ, പുത്രന്മാർ, നല്ല മനസ്സായിരിക്കുക, ഇവയെല്ലാം 5-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. 6-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക കള്ളന്മാർ, ശത്രുക്കൾ, തടസ്സങ്ങൾ, മനോദുഃഖങ്ങൾ, രോഗങ്ങൾ, വ്രണങ്ങൾ, ശത്രുവിൻ്റെ ആയുധം ഏറ്റുള്ള മരണം, ഇവയെല്ലാം 6-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. ഇനി 7-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക വിവാഹം, കാമം, ദൃഷ്ടി, ഭാര്യ, ഭർത്താവ്, സ്ത്രീകൾ, ഭർത്താവ്, പുരുഷനും ഭാര്യയും അന്യന്മാരുമുള്ള സംസർഗം, വരവ് പോക്കും, ശയന സാധനങ്ങൾ, സ്ത്രീഗ്രഹം, കാണാതായ വസ്തുക്കൾ, മൈഥുനം, ഇവയെല്ലാം 7-ാം ഭാവാദി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സർവ്വ വസ്തുക്കളുടെയും നാശം, ആപത്തുകൾ, അപവാദം, മരണത്തിനുള്ള കാരണം, മരണപ്രദേശം, ജോലിക്കാർ, മഠം, പത്തായപ്പുര തുടങ്ങിയ ഗ്രഹങ്ങൾ, രോഗങ്ങൾ, വിഘ്നങ്ങൾ, ഇവയെല്ലാം 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി 9-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, തപസ്, അച്ഛൻ, മകൻ്റെ മകൻ, ദാനം, സ്ഥിരപ്രവൃത്തി, ദേവനെ സേവിക്കൽ, സൗശൈല്യം, നല്ല ആചാരം അല്ലെങ്കിൽ സ്വഭാവമൊക്കെയാണ് ചിന്തിക്കുക. ഗുരുക്കന്മാർ, ഇവയെല്ലാം 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇനി 10-ാം ഭാവം നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷേത്രം, നഗരം, സഭകൾ, വലിയമ്പലം, ഭൃത്യന്മാർ, എല്ലാവിധ പ്രവൃത്തികളും, ആജ്ഞാശക്തിയും, ആശ്രയം, ഇവയെല്ലാം 10-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. ഇനി 11-ാം ഭാവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷ്ടങ്ങളായ സർവ്വ പദാർത്ഥങ്ങളുടെയും വരവ്, ജ്യേഷ്ഠ സഹോദരന്മാർ ജനിച്ചിട്ടുള്ള തൻ്റെ പുത്രന്മാർ, ഇടത്ത്, ചെവി, ദ്രവ്യലാഭം, ഇവയെല്ലാം 11-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് പാപം, വ്യയം, പതനം, നിരയേവം, അതുകൊണ്ട് നമ്മളെ സംസ്കൃതമാണ്, അതുകൊണ്ട് പാപകർമ്മങ്ങൾ, ചെലവ്, വീഴ്ചകൾ, നരകത്തിലേക്കുള്ള പതനം, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം, ജാതിഭ്രംശം, അംഗവൈകല്യം, ഇവയെല്ലാം 12-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. പിന്നെ നമ്മൾ വെള്ളം കിണർ, കുളം, ഇവിടെ വെള്ളം 4-ാം ഭാവം കൊണ്ടും, പുഴയിലെ വെള്ളം 7-ാം ഭാവം കൊണ്ടും, മഴയെ 10-ാം ഭാവം കൊണ്ടും ചിന്തിക്കണം. ലഗ്നം കൊണ്ട് ഇതിൽ 3-നെയും ചിന്തിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇരിപ്പും നടക്കുന്ന ലഗ്നഭാവം കൊണ്ടും, കിടക്കുന്നത് 4-ാം ഭാവം കൊണ്ടും, ഇരിക്കുന്നത് 7-ാം ഭാവം കൊണ്ടും, നിൽക്കുന്നത് 10-ാം ഭാവം കൊണ്ടും ആണ് നമുക്കറിയാനായിട്ട് സാധിക്കുക. ഇതൊക്കെയാണ് 1-ാം ഭാവത്തിലും മറ്റു പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമ്മൾ കാണാതെ പഠിച്ച് പറയല്ല. നമ്മുടെ കേട്ടിരിക്കുന്ന ഓരോ ഭാവത്തിനെക്കുറിച്ച് നമ്മളൊരു പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞത്. തെറ്റ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന ആൾ ജ്യോതിഷ മാർഗദർശി എന്ന് പറയുന്നു, രാശി ഗ്രഹം ഭാവം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും അറിവുകൾ ഞാൻ പറഞ്ഞു തന്നത്. എൻ്റേതായ ഒരു അറിവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് പൂർവികരായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരിനില മഠത്തിലെ അമ്മയ്ക്ക്, ഭദ്രകാളി അമ്മയ്ക്ക് സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. സഹായങ്ങളൊക്കെ അയച്ചതിന് ശേഷം താഴെ കിടന്ന നമ്പറിൽ അയക്കുക. അയച്ചതിന് ശേഷം നമ്മളെ പേരും നാളും ജനതീയതി, ജനസമയം ഇതൊക്കെ അയച്ചു തരിക. അപ്പോൾ എന്ത് കാരണമാണ് നിങ്ങൾക്ക് ജോലിയാണോ തടസ്സം, ആരുടെ രോഗമാണോ പ്രശ്നം, അല്ലെങ്കിൽ കടക്കണിയാണോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ വീട് മേടിക്കാൻ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളാണോ, സന്താനം ലഭിക്കുന്നില്ലേ, ഇതിനെക്കുറിച്ചിട്ടാണ് ആണെങ്കിൽ അത് പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും ദക്ഷിണ ഇത് അമ്മയ്ക്ക് മേടിക്കാൻ സ്ഥലം മേടിക്കാൻ എന്തെങ്കിലും ഇട്ടെന്നിട്ട് ഇവിടെ കാര്യം പറഞ്ഞാൽ നമ്മളിത് ഭഗവതിയുടെ അടുത്ത് പറഞ്ഞ് അർച്ചന നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവൃതിയായിട്ട് വരും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകം നോക്കി നിങ്ങളുടെ ദശാസന്ധി ഏതാണെന്ന് അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. യാതൊരു ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ജനതീയതി, ജനസമയം, ജനസ്ഥലം, പേര്, നക്ഷത്രം എന്നിവ കൂടി അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നോക്കി നിങ്ങളുടെ ദശാസന്ധി അനുസരിച്ചുള്ള വഴിപാടുകൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറുന്നതാണ്. നമുക്ക് വലിയ 10,000 ലക്ഷങ്ങളോ ഒന്നും പൈസയില്ല. നിസ്സാരം 1000 രൂപ താഴെയുള്ള വഴിപാടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ വഴിപാടുകൾ അതൊന്നും നമ്മൾ ആഴ്ചകളിലായിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നാളെ തന്നെ കൊണ്ടുവന്ന് 1000 രൂപ കൊടുത്തിട്ട് ചെയ്യുകയല്ല, ആഴ്ചകളായിട്ട് ചെയ്ത് നമുക്ക് പൈസ അത്രേ ആവുള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. യാതൊരു ഫീസും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. യാതൊരു ഹൈഡൻ ഫീസുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങളോട് മേടിക്കില്ല. നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരനാണ്. നമ്മൾ
ഒരിക്കലും നിങ്ങളുടെ ഒരുവിധ യാതൊരുവിധ ഫീസും ഇത് നോക്കിയെന്നും പറഞ്ഞ് യാതൊരുവിധ ഫീസ് മേടിക്കാറില്ല. ഞാൻ ലൈവ് വരുമ്പോൾ നമ്മളെ നോക്കിയവരാരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ യാതൊരുവിധ ഫീസും നിങ്ങളുടെ യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഇന്നേ വരെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ പാലാറ്റൂർ ഭഗവതിക്ക് അല്ലെങ്കിൽ വടക്കുംനാഥ ഭഗവതിക്ക് എന്തെങ്കിലും പൈസ ഇട്ടിട്ട് നിങ്ങൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അർച്ചന നടത്താമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് നമ്മളെ യൂട്യൂബ് വാട്സാപ്പിൽ വന്നിട്ടുള്ള നമ്മൾ ജാതകം നോക്കിയവർ നിങ്ങളുടെ അറിവൊന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോട്ടെ. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അവർക്കും കൂടെ കിട്ടട്ടെ. നിങ്ങളൊരു ഗുരുവായിട്ട് മാറുക. സർവ്വത്തിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, രോഗാതുരിതങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ വീഡിയോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി. ഓം നമഃ ശിവായ. നമോ നാരായണായ. ഓം